നമ്മുടെ സർക്കാർ 2024 ഈ ഒരു പുതുവർഷത്തിൽ കെ സ്മാർട്ട് എന്നൊരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ വെബ് പോർട്ടലും കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെ നമുക്ക് കിട്ടേണ്ട സർക്കാർ സേവനങ്ങളെല്ലാം ഇനി നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അതേപോലെ വെബ് പോർട്ടൽ വഴിയും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് അറിഞ്ഞു വെച്ചോളൂ. ഇനി നമ്മുടെ പഞ്ചായത്തിലെല്ലാം സേവനങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മൊബൈൽ വഴിയെല്ലാം ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കെ സ്മാർട്ട് എന്ന് നമ്മുടെ പ്ലേ സ്റ്റോർ എടുത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് ആദ്യം കിട്ടുക. അതിലൊരു 3 വിൻഡോ ആണ് വരുന്നത്. നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്. വെറുതെ മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ യൂസർ ഇല്ല എന്നാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം സിറ്റിസൺ ലോഗിനിൽ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ആധാർ നമ്പർ ചോദിക്കും. നമുക്ക് നമ്മുടെ ആധാർ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൽ തൊട്ട് താഴെ കാണുന്ന ഗെറ്റ് OTP എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക്, ഈ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് നമുക്കൊരു OTP മെസ്സേജ് വരുന്നതായിരിക്കും. ആ OTP മെസ്സേജ് ഇവിടെ എൻ്റർ ചെയ്തതിന് തൊട്ട് താഴെ കാണുന്ന വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലുള്ള സേവനങ്ങൾ നമുക്ക് എല്ലാം തന്നെ ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കും. ഇവിടെ നമ്മുടെ വാട്സപ്പ് നമ്പറും മെയിൽ ID യും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ഇതിൽ നടത്തുന്ന സേവനങ്ങളുടെ എല്ലാം ഒരു റെസിപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഇതും കൂടി നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉള്ളൂ. തുടക്കത്തിൽ നമുക്കിവിടെ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഡീറ്റെയിൽസുകളും സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ ഈ ഒരു ജനുവരിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഏപ്രിൽ 1 കൂടെ നമുക്ക് ഒട്ടുമിക്ക സേവനങ്ങളും ഈ നമ്മുടെ തദ്ദേശീയ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒട്ടുമിക്ക പെർമിഷൻ പോലെയുള്ള ഒട്ടുമിക്ക സേവനങ്ങളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് മാരേജിൻ്റെയും ഡെത്തിൻ്റെയും അതുപോലെ ജനന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് 2 രീതിയിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള സെർച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് സ്മാർട്ട് സെർച്ച് ഉണ്ട്, ഒന്ന് അഡ്വാൻസ്ഡ് സെർച്ച് ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു വ്യത്യാസമുള്ളത്, നമുക്ക് ഇവിടെ സ്മാർട്ട് സെർച്ച് എന്ന് വരുമ്പോൾ നമുക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും മറ്റും കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡാറ്റ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ്ഡ് സെർച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഡേറ്റും കാര്യങ്ങളും മാത്രമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ കലണ്ടറിൽ വരുന്നത് നമുക്ക് എന്നാണോ നമ്മുടെ മാരേജ് കഴിഞ്ഞതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് കറക്റ്റ് കൊടുത്ത് സെർച്ച് ചെയ്തിട്ട് ഹസ്ബൻഡ് നെയിമും വൈഫിൻ്റെ നെയിമും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ഇതുപോലെ ഒട്ടുമിക്ക സേവനങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അപ്പോൾ എല്ലാവരും ഇത് നമ്മുടെ മൊബൈലിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചോളൂ, നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ആപ്പിൽ ഒരുപക്ഷെ എല്ലാം അപ്ഡേറ്റ് ആയി കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രൗസർ എടുത്ത് അവിടെ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വെബ്സൈറ്റ് വരും. ksmart.lsg Kerala എന്ന് വരും. ഇത് മുൻപേ നമുക്ക് LSG Kerala എന്നൊരു വെബ്സൈറ്റിൽ ഒട്ടുമിക്ക സേവനങ്ങളുണ്ട്. അത് ഈ ഒരു പുതിയ പോർട്ടലിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒട്ടുമിക്ക സർവീസുകൾ നമുക്ക് ഇതേപോലെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും എല്ലാവരും ചെയ്തു വെക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഇതിലെ കാര്യങ്ങൾ. നമ്മൾ ആപ്ലിക്കേഷനുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് വെബ്സൈറ്റിലും വരിക. പക്ഷേ വെബ്സൈറ്റ് ആയിരിക്കും കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് തരിക എന്നുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇതെല്ലാവർക്കും നമുക്ക് ഇനി അങ്ങോട്ട് ഉപകാരപ്പെടും. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.